വയനാട്ടിലെ CPI ജില്ലാ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ MLA ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു, കരാർ പുറത്തുവരുന്നു. CPI എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ബത്തേരി ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ ആരോപണം അന്നത്തെ ഭരണസമിതിയുടെ ആളുകൾക്കെതിരെ ഉണ്ടായിരുന്നു. വളരെയധികം ആളുകളെടുത്ത് 30-40 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് നിയമനം നടത്താമെന്നുള്ള കാര്യമായിരുന്നു അന്ന് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ആ വിഷയങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അന്നത്തെ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ വിജയൻ ആ തുക മടക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC അടക്കമുള്ള ആളുകൾക്ക് വിജയേട്ടൻ പരാതി കൊടുത്തിട്ടും നാളിതുവരെ ഒരു പരിഹാരം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അത് മാത്രമല്ല, ഇതിൽ സ്ഥലം MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസിന്റെ വയനാട് ജില്ലയിലെ എല്ലാ ലീഡർഷിപ്പിനും ബന്ധമുള്ളതായിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണമെന്നുള്ളതാണ് CPIയുടെ അഭിപ്രായം. നിലവിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് മുൻപും, അതായത് 2019 ഈ കരാർ ഒപ്പിടുകയും ആ കാലഘട്ടത്തിൽ അവിടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ CPI ഈ വിഷയത്തിൽ കൃത്യമായി ഈ ഒരു അന്വേഷണം നടന്നില്ലെങ്കിൽ അതിൽ ഇടപെടലുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള നീക്കമുണ്ടോ? അല്ല, ഇത് പൊതുസമൂഹമായി ബാധിക്കുന്ന വിഷയമാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു CPIക്ക് എന്നോട് പ്രതികരിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഒരു അഴിമതി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. അതിൽ ഒരു പൊതുപ്രവർത്തകൻ ആത്മഹത്യ ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മാനന്തവാടിയിൽ ഇതേ രൂപത്തിലുള്ള മറ്റൊരു ആത്മഹത്യ നടന്നിട്ടുണ്ട്. അന്ന് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് DCC സെക്രട്ടറി ആയിരുന്ന ശ്രീ PV ജോണ് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. ഇതേ രൂപത്തിലുള്ള വിഷയങ്ങൾക്ക് വയനാട്ടിൽ കോൺഗ്രസിന്റെ സമാരാധീരായ നേതാക്കന്മാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ ലീഡർഷിപ്പിനായി ബന്ധമുണ്ട്. ആ ലീഡർഷിപ്പിന്റെ ഒരു കുഴപ്പമാണ് അതിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന് CPI ആവശ്യപ്പെടാനുള്ള കാരണം. ഒരു കാര്യം കൂടി, അതായത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ IC ബാലകൃഷ്ണൻ MLA പറഞ്ഞത് ഉപജാപക സംഘം നടത്തുന്ന ഇടപെടലാണോ എന്നുള്ള സംശയമുണ്ട്. തനിക്കെതിരെ കുറെ കാലമായി ഇത്തരത്തിൽ മറ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ തുടരുന്നു എന്നൊക്കെയാണ് ആരോപിച്ചത്. അപ്പോൾ ഒരു അടിസ്ഥാനരഹിതമായ കരാറാണ് പുറത്തു വന്നതെന്നും പറയുന്നു. കരാറിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് CPIക്ക് എന്താണ് വിശദമാക്കാനുള്ളത്? ഈ ഉപജാപക സംഘം എന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കുള്ളിലുള്ള ആളുകളല്ലേ, പുറത്തുള്ള ആളുകളൊന്നല്ലോ. ഞങ്ങള് അവരുടെ പാർട്ടിയിൽപ്പെട്ടവരല്ലോ, അവരെതിരേക്കുന്ന പാർട്ടികളിലെ CPM. ഞങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്തുണ്ടാക്കിയ കരാറ്, ആ കരാറിൽ MLA അടക്കമുള്ള ആളുകൾക്കുള്ള ബന്ധം എന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പാണ് പുൽപ്പള്ളിയിലുള്ള ഒരു ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് KPCCന്റെ നേതാവായിരുന്ന അബ്രഹാമിനെതിരെയുള്ള ആരോപണം വന്നിട്ടുള്ളത്. ആ സമയങ്ങളിലൊക്കെ ഇവരുടെ ഉപജാപം എന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കുള്ളിലുള്ള ആളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് തെളിവാരി അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യം ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെടേണ്ട ഒരു പൊതുപ്രവർത്തന അവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, വളരെ നന്ദി ശ്രീ EJ ബാബു ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.